ഹായ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെൻറ് ഒരു ആപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. അതിലെന്താണ് പുതിയ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ വലിയ പുതിയ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ജൂണിൽ ഇവിടെ മഴ പെയ്യുന്നതും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ആപ്പ് അങ്ങ് ബാൻ ചെയ്യുന്നതും ഒക്കെ ഇന്ത്യയിൽ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഏതോ ഒരുത്തൻ ഗേറ്റിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു. ഓടിപ്പോയി അവനെ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ ബാൻ ചെയ്ത ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനും നിങ്ങളൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്പിൻ്റെ പേരാണ് ടെലിഗ്രാം. സോ 2026 ഇന്ത്യയിൽ നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ് ഗവൺമെന്റ് ടെലിഗ്രാം ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോർച്ചയ്ക്ക് പിന്നിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്പ്രെഡിന് പിന്നിൽ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നും അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഡേറ്റ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമൊക്കെ കാരണം ഇനി ടെലിഗ്രാം വഴി നീറ്റ് പരീക്ഷ നടക്കുന്ന ഒരു ചോദ്യപേപ്പർ ചോരണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഈ 22-ാം തീയതി വരെ ടെലിഗ്രാമിനെ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മൾ പലരും കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും കണക്റ്റിംഗ് എന്ന് മാത്രമായിരിക്കും കാണിക്കുക. ടെലിഗ്രാമിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. സെക്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസിൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമായിട്ടല്ല ടെലിഗ്രാം ഇങ്ങനെ ഒരു പഴി കേൾക്കുന്നത്. ഓക്കെ, മുമ്പും പല രാജ്യങ്ങളിലും പല സ്ഥലത്തും ടെലിഗ്രാമിനെതിരെ ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ മേജറായിട്ടുള്ള കേസുകളുടെ പേരിൽ പോലും അവരുടെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി ടെലിഗ്രാം വിസമ്മതിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾക്ക് പോലും അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ടെലിഗ്രാം കൊടുക്കാറില്ല എന്നൊരു പരാതി ഇവിടെ നിലനിൽക്കുമ്പോഴും യൂസേഴ്സിന്റെ പ്രൈവസി പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല നിലപാടെടുത്തിരിക്കുന്ന ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വിവാദങ്ങളും അതുപോലെ തന്നെ പബ്ലിക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലോകത്തില്ല എന്ന് തന്നെ പറയാം. സോ നമുക്ക് ടെലിഗ്രാമിനെ പറ്റി കേട്ടാലോ. വെൽക്കം. ടെലിഗ്രാമിൻ്റെ ഒറിജിനെ പറ്റി കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട വേറൊരു ആപ്ലിക്കേഷനാണ് വീറ്റോറ്റോക്കേറ്റ്. ഇതിൻ്റെ സ്പെല്ലിംഗ് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു റഷ്യൻ പ്രൊണൗൺസിയേഷനാണ്. സോ ഞാൻ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീറ്റോറ്റോക്കേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2006 റഷ്യയിലാണ്. ഓക്കെ, അന്ന് 2004 പുറത്തിറങ്ങിയ ഫേസ്ബുക്ക് വ്യാപകമായിട്ട് അമേരിക്കയിലൊരു ഫേമസ് ആവുകയും അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് റഷ്യയിലൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വേണമെന്ന് അവർ തീരുമാനിക്കുകയും സോ അന്നത്തെ ഒരു വ്യവസായിയായിരുന്ന പോൾ ഡുറേവ് എന്ന് പറയുന്ന, അതായത് ഇന്നത്തെ ടെലിഗ്രാമിൻ്റെ CEO വീറ്റോറ്റോക്കേറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ റഷ്യയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആപ്പ് വലിയ ഹിറ്റായിരുന്നു. അതായത് റഷ്യയിൽ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ആക്സസ് ഉള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് വീറ്റോറ്റോക്കേറ്റ് മാറി. ഇത് അവരൊരു മൾട്ടി പർപ്പസ് ആപ്ലിക്കേഷനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലൊരു വലിയ നമ്പർ ഓഫ് യൂസേഴ്സിലേക്ക് എത്താനായി വീറ്റോറ്റോക്കേറ്റിന് സാധിച്ചു. റഷ്യൻ സോഷ്യൽ മീഡിയ സൈഡിൽ തന്നെ ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച പോൾ ഡുറേവിനെ അന്ന് അവർ വിളിച്ചിരുന്നത് റഷ്യയുടെ മാർക്ക് സക്കർബർഗ് എന്നായിരുന്നു. സോ വീറ്റോറ്റോക്കേറ്റ് വളരെ ഹിറ്റായിരുന്നു. പോൾ ഡുറേവ് റഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നത് 2013 കാലഘട്ടത്തിലാണ്. സോ 2013 കാലഘട്ടത്തിൽ റഷ്യയിൽ ഒരു പ്രക്ഷോഭം നടത്തിയാണ്. അന്നത്തെ കാലത്ത് ഉക്രൈൻ അനുകൂലികൾ റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വലിയ കാര്യമായിട്ട് റഷ്യക്കെതിരെ, അതായത് റഷ്യ ഉക്രൈനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി. ഇത് റഷ്യയുടെ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിനും അല്ലെങ്കിൽ അവരുടെ നിയമ സംവിധാനത്തിനും എതിരായതുകൊണ്ട് തന്നെ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ്, അതായത് ഇന്നത്തെയും റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സ് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്തതും ആളുകൾ ഇൻവൈറ്റ് ചെയ്തതും എല്ലാം ഈ വീറ്റോറ്റോക്കേറ്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ വഴിയാണെന്ന് ഗവൺമെൻറ് കണ്ടെത്തി. റഷ്യൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ടുള്ള FSB, അതായത് പഴയ KGBയുടെ ഇപ്പോഴത്തെ ഫോം, വീറ്റോറ്റോക്കേറ്റിനോട് ആ യൂസേഴ്സിൻ്റെ ഡേറ്റ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വീറ്റോറ്റോക്കേറ്റ് യൂസേഴ്സിൻ്റെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുകയാണ്. അതിന് അവർ പറഞ്ഞ കാരണം അവർ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഒരു യൂസർ ഡേറ്റ ഷെയർ ചെയ്യുന്നത് അവരുടെ കമ്പനീസിൻ്റെയും യൂസേഴ്സിൻ്റെയും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമാണ്. പക്ഷേ റഷ്യ പോലൊരു രാജ്യത്ത് പ്രൈവസിക്ക് എന്ത് വാല്യൂ ഉണ്ടാവും നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കുറച്ചുകൂടി ശക്തമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും പോൾ ഡുറേവും റഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. സോ ഇതേ തുടർന്ന് 2013 തൻ്റെ അതുവരെയുള്ള ഷെയറുകൾ മുഴുവൻ കമ്പനിയുടെ പേരിൽ എഴുതി കൊടുത്ത് പോൾ ഡുറേവ് റഷ്യ വിടുകയാണ്. ഓക്കെ, റഷ്യ വിട്ട് അദ്ദേഹം പോയത് സെയിൻറ്റ് ക്രീറ്റ്സ് എന്ന് പറയുന്ന ഒരു കരീബിയൻ ഐലൻഡിലേക്കാണ്. അവിടുത്തെ പ്രധാന ഇൻഡസ്ട്രി ആയിട്ടുള്ള ഷുഗർ ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹം ഒരു 24 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുകയും അതേ തുടർന്ന് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയും ചെയ്തു. 2013 റഷ്യ വിട്ട പോൾ ഡുറേവ് ആളുകൾക്ക് കുറച്ചുകൂടി അവരുടെ പ്രൈവസിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. സോ അന്ന് വീറ്റോറ്റോക്കേറ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രദറുമായിട്ടുള്ള നിക്കോളായ് ഡുറേവിനൊപ്പം അദ്ദേഹം ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രദ്ധ തുടങ്ങി. അന്നത്തെ കാലത്ത് റഷ്യയിൽ നിന്ന് പോരുമ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന MT പ്രോട്ടോ എന്ന് പേരുള്ള ഒരു അൽഗോരിതം, അല്ലെങ്കിൽ MT പ്രോട്ടോ എന്ന് പേരുള്ളൊരു പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചു. റഷ്യൻ ഏജൻസീസ് ആയിട്ടുള്ള FSB, KGB ഇവരുടെയൊക്കെ ഒരു ഇൻഫിൽട്രേഷനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ്
അവരന്ന് MT പ്രോട്ടോയെ ഉപയോഗിച്ചത്. സോ അത് തന്നെ ഒരു ആപ്ലിക്കേഷനിലേക്ക് എംബഡ് ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഉദ്ദേശം. സോ അങ്ങനെയാണ് 2013 ടെലിഗ്രാം എന്ന മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ അവർ ലോഞ്ച് ചെയ്യുന്നത്. 2013 സെയിൻറ്റ് ക്രീറ്റ്സ് ബേസ് ചെയ്ത് തുടങ്ങിയ ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നീട് അദ്ദേഹം UAE ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, UAE കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റും മറ്റുമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്ന കാരണം. സോ അതേ തുടർന്ന് അദ്ദേഹത്തിന് UAE പൗരത്വം ലഭിക്കുകയും ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്നത് UAE-യിലുമാണ്. ടെലിഗ്രാം തുടങ്ങിയത് ഒരു ഫ്രീ മെസ്സഞ്ചർ ആപ്ലിക്കേഷനായിട്ടാണ്. ആർക്കും ₹1 പോലും പേ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, എന്നാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. സോ ടെലിഗ്രാമിന് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. മറ്റ് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻസിനൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ടെലിഗ്രാം ഉണ്ടാക്കിയത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെറിയ ചെറിയ ഫീച്ചറുകൾ തന്നെയാണ്. ഓക്കെ, ക്ലൗഡ് സ്റ്റോറേജ് ടെലിഗ്രാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു. വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോൺ സ്റ്റോറേജാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. സോ എന്തെങ്കിലും ഒരു വലിയ ഫയൽസ് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് കാലം വാട്സപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴയ ഫോണുകളിലൊക്കെ സ്റ്റോറേജ് ഫുള്ളെന്ന് എഴുതി കാണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ കൂടെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫയൽസിൻ്റെ സൈസിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ അത് കൂടുതൽ സമയം എടുക്കുമായിരുന്നു. നമ്മളൊരു ഫയൽ അയക്കണമെങ്കിൽ തന്നെ നമ്മൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ നമ്മുടെ ഫോണിൽ നിന്ന് അത് വേറൊരു യൂസറിന് അയക്കണം. ഇങ്ങനെ ഒരു പ്രോട്ടോക്കോളാണ് വാട്സപ്പ് ഫോളോ ചെയ്തിരുന്നത്. ടെലിഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫയലും ഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്യാതെ തന്നെ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് എന്താ പറയുക, 1-2 MB തൊട്ട് 3-4 GB വരെയുള്ള ഫയലുകൾ നമുക്ക് ടെലിഗ്രാമിൽ കൂടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതൊരു ഡേറ്റ ഷെയറിങ്ങിന് കൂടുതൽ ആക്യുറസി കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ ഫാസ്റ്റായിട്ട് ഡേറ്റ ഷെയർ ചെയ്യാൻ സാധിച്ചു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ വലിയ വലിയ ഫയലുകൾ ഷെയർ ചെയ്യാനായി ആളുകൾ ടെലിഗ്രാം യൂസ് ചെയ്തു തുടങ്ങി. പിന്നെയുള്ളത് ടെലിഗ്രാം ബോട്ടുകളാണ്. ടെലിഗ്രാം ബോട്ടുകൾ പലപ്പോഴും ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ആക്ട് ചെയ്തു തുടങ്ങി. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ജസ്റ്റ് ബ്രൗസറിലേക്കൊന്നും പോവാതെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനോ, അതുപോലെ തന്നെ ഒരു PDF കൺവേർട്ട് ചെയ്യാനോ, ഒരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയുടെ ലിങ്ക് ചോദിക്കാൻ വരെ നമുക്ക് ഈ ടെലിഗ്രാം ബോട്ട്സ് യൂസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിലേക്ക് ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ആയി തുടങ്ങി. പിന്നെ വാട്സപ്പിൽ ഉണ്ടെങ്കിലും ടെലിഗ്രാം കുറച്ചുകൂടെ നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കാര്യം നമുക്കറിയാം. അതിലേക്ക് മീഡിയാസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയം തന്നെ വാട്സപ്പിൽ നമുക്കിപ്പോൾ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ടെലിഗ്രാം കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് സിസ്റ്റം കൊണ്ടുവന്നു. ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്മ്യൂണിറ്റികളായിട്ട് ആളുകൾ ടെലിഗ്രാമിൽ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യപ്പെടാൻ തുടങ്ങി, കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായി തുടങ്ങി. കുറച്ചുകൂടി ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിനെ ടെലിഗ്രാമിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. സോ ഇതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടാണ് 2014-2015 കാലഘട്ടത്തിൽ ടെലിഗ്രാം ക്രിപ്റ്റോ കറൻസിയിലേക്ക് എത്തുന്നത്. ടോൺ എന്ന പേരുള്ള അവരുടെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വഴി ടെലിഗ്രാം ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില ഗെയിമുകൾ, ചില ക്രിപ്റ്റോ മൈനിങ് ഗെയിംസിലേക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഒക്കെ ഇവിടെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അതും പതിയെ പതിയെ ടെലിഗ്രാമിൻ്റെ ഒരു കൗണ്ട് കൂട്ടുകയായിരുന്നു. 2019 കോവിഡ് ടൈമിൽ ടെലിഗ്രാമിൽ വലിയൊരു ഗ്രോത്താണ് ഉണ്ടായത്. ആളുകൾ കുറച്ചുകൂടി സജീവമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അന്വേഷിക്കുകയും പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ ശ്രമിക്കുകയും നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർക്ക് ബോറടിച്ചു തുടങ്ങുകയും ചെയ്തു. സോ അതോടുകൂടി ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് എത്തുന്ന ആളുകളുടെ നമ്പർ കൂടി. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ടെലിഗ്രാമിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസിന് ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളത്. സോ പലരും ടെലിഗ്രാമിനെ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അതിൽ നല്ല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു, മോശം ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും കോമൺ ആയിട്ട് നമുക്കെല്ലാം അറിയാവുന്നത് പൈറേറ്റഡ് മൂവീസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ആളുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പൈറേറ്റഡ് മൂവീസ് മാത്രമല്ല, ബുക്സ്, അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ചില ആപ്ലിക്കേഷൻ്റെ ക്രാക്ക്ഡ് ലിങ്കുകൾ, ഇതെല്ലാം ടെലിഗ്രാമിൽ ഷെയർ ആവുന്നുണ്ട്. സോ ടെലിഗ്രാമിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സാണെന്ന് മനസ്സിലാക്കി ആളുകൾ ടെലിഗ്രാം ബേസ് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷൻസും അതുപോലെ തന്നെ റിസർച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ടെലിഗ്രാമിൽ നോക്കിയാൽ PSC SSCക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 1000 ഗ്രൂപ്പുകളുണ്ടാവും. ഓക്കെ, ഇതെല്ലാം ആക്റ്റീവ് മെമ്പേഴ്സും ഉണ്ട്. ഇതിലെല്ലാം റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രിപ്പറേഷൻ പ്ലാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ PSC SSC പോലുള്ള ഗവൺമെൻറ് എക്സാമുകൾക്ക് അതുവരെ പഠിക്കാൻ വലിയൊരു തുക ചിലവാക്കിയിരുന്ന ആളുകൾക്ക് വളരെ വലിയൊരു ഫ്രീ സോഴ്സാണ് ടെലിഗ്രാം ഓഫർ ചെയ്തത്. ഇതേ സമയത്ത് തന്നെയാണ് ടെലിഗ്രാമിൻ്റെ ഒരു പ്രൈവസി സെക്യൂരിറ്റി പോളിസിയെ മുതലെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാൻ തുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡ്രഗ്സിൻ്റെ സെയില്, ചൈൽഡ് അബ്യൂസ്, അതുപോലെ തന്നെ ചില പോൺ സൈറ്റുകൾ എല്ലാം ടെലിഗ്രാമിലേക്ക് മാറുകയായിരുന്നു. ഓക്കെ,
ടെലിഗ്രാം അവരുടെ യൂസേഴ്സിൻ്റെ ഡേറ്റ പുറത്ത് വിടില്ല എന്ന് പറയുന്നത് അതൊരു തരത്തിൽ ഇവർക്ക് അനുഗ്രഹമായിട്ട് മാറി. എന്തൊക്കെ അവരുടെ ഒരു പ്രൈവസി കസ്റ്റംസ് പറഞ്ഞ് ന്യായീകരിച്ചുവെങ്കിലും രാജ്യത്തൊരു ക്രൈം നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ അതുകൊണ്ട് തന്നെ പോൾ ഡുറൈവ് ഫ്രാൻസിൽ അറസ്റ്റിലാവുകയാണ്. സോ അതേ തുടർന്ന് അദ്ദേഹത്തെ റെപ്രസെൻ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ കമ്പനി പിന്നീടൊരു വലിയ പെനാൽറ്റി അടച്ച്, ഓൾമോസ്റ്റ് ഇന്ത്യൻ മണി 46 കോടി രൂപ വരുന്ന വലിയൊരു പെനാൽറ്റി അടച്ച് പോൾ ഡുറൈവിന് ജാമ്യം എടുക്കുകയും അതേ തുടർന്ന് രാജ്യങ്ങളുമായിട്ട് ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഷെയർ ചെയ്യാനായി ടെലിഗ്രാം സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് UAE-ലേക്ക് എത്തിയ പോൾ ഡുറൈവ് ടെലിഗ്രാമിൻ്റെ ഇതുവരെയുള്ള പ്രൈവസി പോളിസി ചില മാറ്റങ്ങൾ വരുത്തുകയും ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നവരുടെ ഡേറ്റ ഗവൺമെൻറ്റ്സിന് വിട്ടുകൊടുക്കുമെന്നും വ്യക്തമാക്കി. സോ അതിനുശേഷം ടെലിഗ്രാം അവരുടെ ക്രിപ്റ്റോ കറൻസി ആയിട്ട് മുന്നോട്ട് പോവുകയും കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള ബ്രൗസിംഗ് പാറ്റേൺസും ഒക്കെയുള്ള ടെലിഗ്രാമിൻ്റെ പ്രീമിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ടെലിഗ്രാമിൻ്റെ സെക്യൂരിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ടെലിഗ്രാം ഒരിക്കലും ഒരു ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറയില്ല. ടെലിഗ്രാം ഒരിക്കലും യൂസേഴ്സിൻ്റെ ഡേറ്റ ഷെയർ ചെയ്യില്ലായിരിക്കും, പക്ഷെ നമ്മുടെ എല്ലാം ഡേറ്റ ടെലിഗ്രാമിൻ്റെ കയ്യിലുണ്ട്. കാരണം വാട്സപ്പ് ചെയ്യുന്നത് പോലെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡിന് പകരം സെർവർ ടു എൻഡ് എൻക്രിപ്റ്റഡ് പ്രോഗ്രാമാണ് ടെലിഗ്രാം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ചാറ്റ് ടെലിഗ്രാമിൻ്റെ സെർവറിലുണ്ടാവും. പക്ഷേ നമ്മളൊരു ക്രിമിനൽ കേസിൽ പ്രതിയാവാത്തിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ നാഷണൽ ഇഷ്യൂവിൽ പാർട്ടാവാത്തിടത്തോളം കാലം ടെലിഗ്രാം ഒരിക്കലും ആ ഡേറ്റ ഷെയർ ചെയ്യില്ല. ഇതാണ് സെർവർ ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ടെലിഗ്രാമിൽ നമ്മൾ സീക്രട്ട് ചാറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചാറ്റ് ഡിലീഷൻ ഓപ്ഷൻ ഓൺ ചെയ്തിടുമ്പോഴും ഒക്കെ ഈ സെർവർ ടു എൻഡ് പരിപാടി വർക്ക് ചെയ്യുന്നില്ല, പകരം എൻഡ് ടു എൻഡ് ആണ് ചാറ്റ് നടക്കുന്നതെന്നാണ് ടെലിഗ്രാം പറയുന്നത്. സോ 2026 നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വലിയ വിവാദമായിരുന്നു. സോ അതേ തുടർന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അത് തികച്ചും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വ്യാപകമായിട്ട് യൂസ് ചെയ്തത് ടെലിഗ്രാം ആയിരുന്നു. സോ ബേസിക് കാര്യം ഇത് തന്നെ, ടെലിഗ്രാം അവരുടെ യൂസേഴ്സിൻ്റെ ഡേറ്റ ഷെയർ ചെയ്യാറില്ല, നമുക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, അതുവഴി അത് ഷെയർ ചെയ്യുക, ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് 100-200 ആളുകളിലേക്ക് നമുക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇൻ്റർനാഷണൽ IDs ഉപയോഗിച്ച് ടെലിഗ്രാമിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് നടക്കുന്ന ഈ ഒരു പരിപാടിയാണ് നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയിൽ വലിയൊരു കാരണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ച സമയത്ത് ഈ ടെലിഗ്രാമിനെ കുറച്ച് ദിവസങ്ങളിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതൊരു ബാൻ അല്ല, മറിച്ച് ഒരു റെസ്ട്രിക്ഷനാണ്. ഈ വരുന്ന 22-ാം തീയതി രാത്രിയോടെ ടെലിഗ്രാം വീണ്ടും ഫംഗ്ഷനിലാവും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ടെലിഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിലൂടെയും ഇത് ചെയ്തുകൂടെ? ഇതിന് ടെലിഗ്രാം ബാൻ ചെയ്യുന്നത് ഒരു പരിഹാരമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ശരിക്കും അതൊരു ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ചെയ്തുകൂടെ? ഒരു ഡ്രൈവ് എടുത്തൂടെ? അല്ലെങ്കിൽ ഒരു ടീംസ് യൂസ് ചെയ്തൂടെ? ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കൂടെ ഷെയർ ചെയ്തൂടെ? ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും മെറ്റ എന്ന് പറയുന്ന കമ്പനി പലപ്പോഴും ഡേറ്റ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു കൗണ്ടർ പോയിൻ്റ് ആയിട്ട് ആളുകൾ പറയുന്നത്. ഓക്കെ, സോ ഇനിയും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ടെലിഗ്രാം ഈ അവരുടെ സ്ഥിരം പോളിസി തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമായി പോകും. പക്ഷേ ഇനി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കാതിരിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. ഏകദേശം 2025 95 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ടെലിഗ്രാമിനുണ്ടായത്. അതിലും 15 കോടി ആക്റ്റീവ് യൂസേഴ്സ് അവർക്ക് ഇന്ത്യയിലുണ്ട് എന്നാണ് ടെലിഗ്രാം തന്നെ പുറത്തുവിട്ട് അവരുടെ കണക്കുകളിൽ പറയുന്നത്. സോ ഈ ഒരു സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷന് ശേഷം ടെലിഗ്രാം തന്നെ അവരുടെ വെബ്സൈറ്റിൽ സംസാരിച്ചത് ഗവൺമെൻറ്റുമായിട്ടും സഹകരിക്കാൻ തയ്യാറായിട്ടും ഇതിനെ ബാൻ ചെയ്തിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. പിന്നെ നാഷണൽ സെക്യൂരിറ്റിയൊക്കെയായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല എന്നതും ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ 2006 പ്രൈവസി വയലേഷൻസ് റിലേറ്റഡ് ആയിട്ട് റഷ്യയുമായിട്ട് കോൺഫ്ലിക്റ്റ് തുടങ്ങിയ ടെലിഗ്രാം ഇപ്പോഴും അവരുടെ പ്രൈവസി ഡീറ്റെയിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് എത്രത്തോളം നല്ലതാണ് മോശമാണെന്നുള്ളത് ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2006 റഷ്യയിൽ തൻ്റെ ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത പോൾ ഡുറൈവ് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യൂസേഴ്സിൻ്റെ പ്രൈവസിക്കാണ് എന്നാണ് പറയുന്നത്. പ്രൈവസി എന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഏത് എക്സ്റ്റെൻറ്റിൽ ഏത് ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈവസിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാം സുരക്ഷിതമായിട്ട് നടത്താൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യലാണ് ഗവൺമെൻറ്റിൻ്റെ നടപടിയെങ്കിൽ നാളെ ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ വന്നാൽ, അല്ലെങ്കിൽ നാളെ ഒരു AI റോബോട്ടിക്സ് വേൾഡിലേക്ക് പോകുന്ന ഈ ഒരു ലോകത്ത് ഈ ടെക്നോളജീസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. സോ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, 22-ാം തീയതി അവനിങ് വരും. സോ ഇതുപോലുള്ള ടോപ്പിക്കുകൾ, നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ആ ടോപ്പിക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാം.
സോ ഈ വീഡിയോയും ഇത് ഷെയർ ചെയ്ത ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ ടെലിഗ്രാം ബാനിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ എക്സാംസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ ഷെയർ ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.